നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അമ്മ മാത്രല്ല മുളുണ്ട്. മുളുണ്ട് എടുത്താണെന്ന് പുതിയ അടക്കള എന്ത് വിശേഷം എന്തുണ്ടി പറഞ്ഞു. അപ്പോൾ പുതിയ അടക്കളയത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ഇന്ന് ഓണത്തിന്റെ 2 ഓണാണ് കേട്ടോ. അപ്പോൾ അമ്മയച്ഛനും കൂടെ വന്നത് എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് കുറച്ച് ഗസ്റ്റ് വീട് കാണാനായിട്ട്. അപ്പൊ നമ്മൾ അന്ന് എല്ലാവരും ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ പലവർക്കും കുരുമുളക് വീട് പണിതിട്ട് കാണണമെന്ന് അമ്മായിയുടെ ആംഗ്ലമാരൊക്കെയാണ് വരുന്നത്. പാലക്കാട് അവര് പിന്നെ കോയമ്പത്തൂരൊക്കെയാണ്. അപ്പൊ ഈ ഓണത്തിന്റെ ഒരു അവധി അവർക്കുണ്ടല്ലോ. അപ്പൊ അവര് ഇന്നൊന്ന് വന്ന് കണ്ടിട്ട് പോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് എന്തായാലും നമ്മള് ഒന്ന് ഒരുക്കി കൊടുക്കണ്ടേ. അപ്പൊ അതിന്റെ ഒരു ഒരുക്കത്തിലാണ് നമ്മള്. നല്ല സന്തോഷമായ ആദ്യത്തെ വിരുന്നുകാരാണ് നമ്മുടെ വീട്ടിലേക്ക്. പിന്നെ ഇളയ പെങ്ങളാണ് ഇന്നലെ വന്നിട്ടുള്ളത്. പിന്നെ സിന്ധുമണി വന്നിട്ടില്ല. പിന്നുള്ളവരൊന്നും എത്തിയിട്ടില്ല. എത്തുമെന്ന് വിചാരിക്കുന്നു. അവരും എല്ലാവരും ഇന്ന് 2 ഓണമല്ലേ, എത്തുമായിരിക്കും. എത്തിയ എല്ലാവരും ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണുന്നതാണ് എപ്പോഴും, എന്നാലും കാണിച്ചു തരാം. പിന്നെ അമ്മയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള വയ്യായിക എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേദന അവിടെ വേദന ഇവിടെ വേദന ഒക്കെ തന്നെയാണ് പറയുന്ന ആള്. ഞാൻ കുറച്ചായിട്ട് കാണാം. അപ്പോൾ ദേ അച്ഛൻ പോവാണ്. ഇങ്ങോട്ട് ചേട്ടാ പറഞ്ഞിട്ട് പോ. 2 ഓണായ കാരണേ അപ്പം ഞാൻ പറയാ അച്ഛനോട് കുറച്ച് നേരം പോയി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. മോനിപ്പോൾ അവിടെ എത്തും. മാളും വരുന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പണിക്ക് ഫ്രണ്ടിലത്തെ ചെടികളൊക്കെ ദേ ഇത്തിരി ഉഷാറായിട്ടാണ് നമ്മൾ വെച്ച്. എന്നിട്ട് ഉണ്ടാക്കാൻ പോണു മോനെ? പുട്ടാണ് ഉണ്ടാക്കണത്. പിന്നെ പുട്ടിലേക്ക് എന്നിട്ടാ എന്നിട്ടാ ഇപ്പോൾ ചെയ്യണ്? കടലയിലേക്കുള്ള സാധനങ്ങളാ അരിന്. ഇത്തിരി ചാറ് കുഴമ്പം പോലെ ആക്കാനാവും അല്ലേ? മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. നല്ല വെള്ളക്കടലയല്ലേ മോനെ? പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആള്. കുരുമുളക് പൊടിക്കണ്ടേ നമുക്ക്? പൊടിച്ചത് ഇട്ട് വെച്ചാ എന്നിട്ട് കുപ്പിയിൽ ഒന്നും കേട്ടില്ലേ ഞാൻ. കടല അമ്മയ്ക്ക് കൊടുക്കാൻ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ഇപ്പം എന്നിട്ടാ അപ്പൊ കടല കാച്ചാൻ പോവാ അല്ലേ? വേപ്പിൻ്റെ ഇല പൊടിച്ചിട്ടില്ലല്ലോ മോൻ? നമ്മുടെ വേപ്പിനൊക്കെ വെട്ടി നമ്മൾ ഇതാക്കി. പക്ഷെ പൊടിച്ച് വരുന്നുണ്ട് കേട്ടാ. എന്നാലും അതൊന്നും പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. വലിയ മരങ്ങളായിരുന്നേ നമ്മുടെ. അപ്പോൾ നമ്മളതൊക്കെ പറമ്പ് വെളുപ്പാക്കുന്നതോടുകൂടി കുറേയൊക്കെ വെട്ടി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞു. അപ്പുറത്തൊക്കെ വേറെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ വലുതായി വരുന്നുള്ളൂ. അപ്പോൾ എനിക്കല്ലോടെ പോയി വലിയ മരമാണ്. അപ്പോൾ അത് പോയി പൊട്ടിച്ചിട്ട് തന്നെ എന്നാൽ വിളക്കാമ്മ അങ്ങനെ പോയി പൊട്ടിച്ചിട്ട് വരാം. അത് കല്ലെടുക്കാൻ പോകുമ്പോഴേ പൊട്ടിക്കാം. കല്ലെടുത്തോ നമുക്ക് അടുപ്പൂട്ടി ഇപ്പം ഇട്ടാലാണ് 12 മണിയാകുമ്പോൾ ചോറ് വേവുള്ളൂ. അടുപ്പവിടെ ഉണ്ടാക്കിയിട്ടിട്ടാന്ന് വിചാരിച്ചിട്ടാ. നമ്മുടെ ഇവിടെ മറ്റ് അടുപ്പ് ഉണ്ടാക്കിയില്ലേന്ന് പലരും കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയില്ല കാരണം അവിടെ ഒരു അടുപ്പുണ്ടാക്കി അത്യാവശ്യത്തിന് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ വലിയ അത്യാവശ്യമൊന്നും വരില്ല. പിന്നെ നമ്മളെ വലിയ ഗ്യാസിൻ്റെ അതില്ലേ അത് ഉണ്ട്. അതാരുണ്ടാക്കിയത്? മാമ ഉണ്ടാക്കിയല്ല? അല്ല മേടിച്ചതല്ലേ?
അപ്പോൾ അത് നമുക്ക് പുറത്ത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിപ്പോൾ 2 കുറ്റി ഗ്യാസിൻ്റെ 1 കുറ്റി ഗ്യാസുള്ളൂ അവിടെ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ വിറക് വേണ്ടത് ഇരിക്കില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു അടുപ്പുണ്ടാക്കിയിട്ട് അതിൽ തൽക്കാലം അങ്ങോട്ട് വെക്കാം. നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കണം, സിമെൻറ്റൊക്കെ ഇട്ടിട്ടേ. അപ്പോൾ അങ്ങനെ മൂടിയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മുകളിൽ പെര കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. മൂടിയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അത് നമുക്ക് തുറന്നിട്ട് മഴയില്ലാത്തപ്പോൾ നമുക്ക് അതിൽ ഉപയോഗിക്കാം. അപ്പോൾ അത് വിചാരിച്ചിട്ടാ ഇപ്പോൾ തൽക്കാലം ഒരു അടുപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടിക്കും. എന്നിട്ട് അത് കുറച്ച് കടല അല്ലേ, ഇത്തിരി പൊന്തിച്ച് പിടിച്ചേ. ആ അങ്ങനെ അടിച്ചിട്ടേ ഞാൻ ആക്കാറില്ല കേട്ടോ. അതൊക്കെ പുതിയ കുട്ടികളുടെ കണ്ടുപിടുത്തങ്ങളാ. വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഒരുമിച്ച് ചേർത്തതാ മോൻ. പോയിട്ടുണ്ട് തലെടുക്കാൻ പോയിക്കാ. പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടില്ലേ, വേപ്പിൻ്റെ ഇലയൊക്കെ. മുളക് പൊടിയും മല്ലിപ്പൊടി സാധനങ്ങളൊക്കെ മോളും മാളും സുജമോളും കൂടിയിട്ട് പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത്. പക്ഷെ എന്തോ ഒരു സ്പ്രേയാ ഫ്രഷ്നെസ്സാ ഏതെങ്ങാണ്ട് ഒരു സാധനം കുപ്പിയിലെ ലീക്ക് ഉണ്ടായിരുന്നു. അത് ഈ പൊടികളുടെ മുകളിലായി, പരിപ്പ് സാധനങ്ങളുടെ ഒക്കെ മുകളിൽ ഇങ്ങനെ പാക്കറ്റ് തന്നെ ആയിരുന്നു ആയി. പക്ഷെ ആ മണല്ലേ അതിലേക്കാ കയറി. മുളക് പൊടി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ കറി വയ്ക്കുമ്പോൾ ആ മണം. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മണം നമുക്കത് നല്ല മണമാണ്. പക്ഷെ നല്ലത് കഴിക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ വേറെ മുളക് പൊടി മേടിച്ചു കൊണ്ടുവന്ന് അതിലിടണ്ടനി നല്ലോണം കുപ്പി കഴുകി മുളകും പൊടി മാറ്റിയിട്ട് കുപ്പി കഴുകി ക്ലീനാക്കിയിട്ട് നമുക്ക് ഇടാം എന്ന് പറഞ്ഞിട്ടാണ്. അതിലേക്ക് കുറച്ച് മസാലപ്പൊടി സാധാരണ നമ്മൾ ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇത്തിരി മതി. കാരണം എന്നാ ശരി വേണ്ട, കടല ഇല്ലാത്തതാണ് നല്ലത്. പച്ചമുളക് പിൻ്റെ മല്ലിപ്പൊടി എവിടെയാണോ മല്ലിപ്പൊടിക്കൊന്നും വന്നിട്ടില്ല മണം. ഇന്നലെ അമ്മ കൊണ്ടുപോയി കണ്ടില്ലായിരുന്നു. കിട്ടിയ മോനെനിക്ക് വന്നു കേട്ടാ. സഞ്ചി അന്വേഷിക്കുക. നിങ്ങളുടെ പോണ പിന്നെ മാർക്കറ്റിലേക്ക് ഇറച്ചി മേടിക്കാൻ പോവാ അല്ലേ? ആ അത് മതിയോ. പിന്നെ എനിക്ക് മതിയോ. പിന്നെ പോർക്ക് മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ തന്നെ വെച്ചോ. നല്ല. അപ്പോൾ മോനെ ഇറച്ചി മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളൂര് എവിടെയാണെന്നറിയില്ല. അച്ഛൻ വിട്ടാനാ ഞാൻ. പക്ഷെ അച്ഛൻ അപ്പോഴേക്കും പോയില്ല അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ മസാലകളൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ കടിച്ച് വെച്ചിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നരക്കിൻ്റെ ഇങ്ങനെ ആവുമ്പോഴേ നല്ല ഇടിയാട്ടത് നല്ല കട്ടിയായിട്ട് വരുന്നു. കടലെടുത്ത വെള്ളെണ്ണയിൽ ഒഴിച്ചിട്ട്
ഇത്തിരി ഇപ്പൊ ഇത്തിരി കുറവുള്ളൂ. ആ ഞാൻ നോക്കിയിട്ടിടാൻ വെച്ചിട്ട് ഒന്നുകൂടി ചൂടായി. ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള പുറത്തേക്ക് അതെ അതിൽ മതിയില് കട്ടി. ഒരാഴ്ച വേണം. എന്നിട്ട് ഒരു തരി വെള്ളം കൂടിയിട്ടുള്ള വന്നിട്ട് കൊണ്ടുവരും. അപ്പോൾ ദേ ഉണ്ണിക്കുട്ടനുള്ള പുട്ട് അർജന്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാട്ടാ. ദേ ഉണ്ണിക്കുട്ടെന്നൊക്കെ വിളിക്കാൻ നാണായി തുടങ്ങിട്ടാ. വെല്ലിക്കുട്ടനായിപ്പോ ആന്റി കല്യാണം കഴിഞ്ഞ് വരുമ്പോ തുറണ്ട് ഗർഭിണി സുരമോളുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ 19 വയസ്സ് ആയിട്ടുള്ളൂ അല്ലെ അതിനപ്പോ. അപ്പൊ ഗുരുവായൂരാണ് ആൾക്ക് എന്തോ ഗുരുവായൂരിന്ന് എന്തോ ആളുടെ എല്ലാവരും കൂടി കൂടണ ഒരു ദിവസം ഫ്രണ്ട്സുകളും അല്ല കുടുംബത്തിലുള്ള ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് അല്ലേ. അപ്പൊ ആള് കാലത്ത് തന്നെ ഇഷ്ടത്തിരി കുറവുണ്ട്. ഇഷ്ടമുണ്ടോ പോവാൻ? അവിടെ പോവാനും ഇഷ്ടണ്ട്, ഇവിടെ നിൽക്കാനും ഇഷ്ടമുണ്ട്. അപ്പൊ ആള് എന്തായാലും ഇന്നലെ ഒരു ദിവസം ഇവിടെ നിന്നതല്ലേ. അപ്പൊ നാളെ വരാൻ പറ്റിയെങ്കിൽ വരാം. വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോവാ. ട്രെയിനിനാണ് പോണതേ. അപ്പൊ അവർക്ക് ട്രെയിനിന് പോയാൽ നല്ല സുഖമാണ്. അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ വേറെ പെട്ടെന്ന് എത്തും ചെയ്യും ട്രെയിനിനാകുമ്പോ. അപ്പൊ അതിന് പോവാൻ നിൽക്കാം. പോയി കഴിക്കും. ഞാൻ പോന്നിട്ട് ട്രെയിനിന് വെള്ളം ചൂടാക്കല. ഇപ്പൊ ഞാനങ്ങനെ അത്ര ഇതിലൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടാ. ഒരടുപ്പ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താ ആദ്യേ ഡൈനിങ് ടേബിളുമ്പോൾ മാത്രം ഇരുന്ന് ഭക്ഷണം കഴിച്ചോടുന്ന ആൾ ഇപ്പോൾ 2 ഡൈനിങ് ടേബിളായി. ഇപ്പോൾ ദേ ആളിതേ പിന്നെ പുറത്ത് വന്നിരുന്ന് കഴിക്കാട്ടാ വണ്ണപ്പെട്ടത്തെ പോലെ. ഇപ്പോൾ ഇവിടെ ഇരിക്കാനായാലും കുഴപ്പമില്ല. അപ്പോൾ പുട്ടും പഴം എങ്ങനെയാ? സൂപ്പറായിട്ടായില്ലേ? ആ അയ്യോ പുട്ടും പഴല്ലാർത്തെ ഇത് പറയ്. പുട്ടും പഴമെല്ലാം ഗ്രീൻ ബീൻസ് അല്ല കടലയാണ്. ആ തെറ്റി. അപ്പേ വിറക് കുറച്ച് വെട്ടട്ടെ കേട്ടാ. പാലൊരിക്കുള്ള കട്ട മേടിച്ചുകൊണ്ട് ഇട്ടൊക്കെ കണ്ടോ മോൻ. ഇതിനെത്ര കാശായി മോനെ? അയ്യോ മേ ഞാൻ 100 രൂപയുള്ളൂ വിചാരിച്ച്. 100 രൂപയായിട്ടാവും ഇന്നലെ മനസ്സിൽ വിചാരിച്ച്. സൈഡിലൊക്കെ ഉറയ്ക്കാൻ സുഖാട്ടാ. ഞാൻ ഇതിങ്ങനെ സൈഡിൽ ഇതിങ്ങനെയൊക്കെ കാലി ഇട്ടിട്ട് ഉറയ്ക്കാൻ നല്ലത്. കട്ട കെട്ടിയിട്ടാ ഉറയ്ക്കാനായിട്ട് മേടിച്ചേക്കുന്നത്. ഇത് നമ്മുടെ മണ്ടുംപാലിൻ്റെ അവിടെ നിന്നല്ലേ? ആ മണ്ണുത്തിന്ന് വെച്ചേ. മണ്ണത്തിൽ കുറെ കല്ലുകളൊക്കെ കൂട്ടിയിട്ടുള്ള കുന്നുകണക്കിന് കല്ലുകൾ കൂട്ടിയിട്ടുള്ള ഒരു കടയില്ലേ? നമ്മുടെ ഭംഗിയുള്ള കല്ലുകൾ അല്ലേ? അതെ അവിടെ കിലോ കണക്കിന് തൂക്കം. 25 രൂപയുള്ള 1 കിലോ കളറൊക്കെയുള്ള കല്ല് 60 രൂപ വാങ്ങിക്കണം. ക്ലാബോളും വാങ്ങിച്ചു. മറ്റേ ഇതുപോലത്തെ ആട്ടുംകാട്ടം പോലത്തെ അല്ലേ? അതെ. അപ്പോൾ അത് എൻ്റെ മുകളിൽ തീ കത്തിക്കൽ കഴിഞ്ഞു.
അങ്ങനെ അടുപ്പുണ്ടാക്കി തീ കത്തിച്ചത് കേട്ടോ ചടപടാത്. അപ്പം അരിയിടാൻ നോക്കണ്ട മോനെ. അപ്പോൾ അതേ ഉള്ളി ഇതൊക്കെ ഇറച്ചി മേടിച്ച് വന്നു കേട്ടാ മോൻ. അപ്പോൾ അതേ ചിക്കൻ കഴുകാട്ടാ. കാക്കകളുടെ കളി അവിടെ പുളിയുമ്പോൾ കാക്കകൾ ഇരിക്കുന്നുണ്ടാ നിറച്ചിരിക്കുന്നു. ഇപ്പം കിട്ടും എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. മാളൂൻ്റെ അവിടെ പിന്നെ ആ ഒരു പ്രശ്നമില്ല, കാക്കയില്ല. അവിടെ തീക്കി ഒഴുക്കി. ആ ഇത് താഴത്തോടെ വേണം. അപ്പോൾ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അലക്കുകല്ല് ഇവിടെ അങ്ങനെ നല്ല ക്ലീനാക്കി ഇട്ട കാരണം നല്ല സുഖാട്ടാ. നല്ല വൃത്തിയിൽ എപ്പോഴും നല്ല വൃത്തിയിൽ വെക്കണമെങ്കിൽ എല്ലാം ഇവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. കയ്യിലെടുത്തോണ്ടേ അമ്മ. അപ്പോൾ ദേ പുതിയ ഉരുളിയുമായി മോള് വന്നിട്ടുണ്ട് കേട്ടോ. ആമ്പുട്ടിയമ്മ കൊടുത്ത ഉരുളിയാട്ടത് അതല്ല വലിയ ഉരുളിയാണ്. അപ്പം അതിൽ നമ്മളിന്ന് ചിക്കൻ വെക്കുന്നു. അതിലേക്ക് കൊട്ട് ചിക്കൻ എന്നിട്ട് അതിലിട്ട് തിരുമ്പും. അമ്മ തിരുമ്പാൻ വേണമെങ്കിൽ അയ്യോ എന്തൊരു ഭംഗിയില കാണാൻ. ഇതുപോലെ വെച്ചോളട്ടെ മോനെ. ഉണക്കിയതിന് ശേഷം കമത്തി വെച്ചാൽ മതിട്ടാ. അത് ഉണങ്ങാണ്ട് വെക്കുമ്പോഴാണ് ഉരുളി വെള്ളം. ആ ആ വെള്ളം വെച്ചിട്ടുണ്ട് ചേച്ചിയാ. 10 മിനിറ്റ് കഴിയിട്ടെന്ന് പറഞ്ഞ മണം ആ മറ്റേ സ്പ്രേയുടെ മണം ഞാൻ നോക്കണം. മറ്റേ മുളക് പൊടിക്കുണ്ട് കാശ്മീരി ചില്ലിക്കുണ്ടോ നോക്കുക. കുരുമുളക് ഇത് പൊടിച്ചതാണേ നല്ല ഇതായിരിക്കും. സാമ്പാറിൽ അതോട്ട് ലാസ്റ്റ് നോക്കിയപ്പോഴാ ഉപ്പില്ലാത്ത 50 വയസ്സ് കഴിഞ്ഞ പിന്നെ കരകാരിയൊക്കെ പോക്കാം. പിന്നെ ഒരു പണി എടുക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ കൂടെ 10,000 മണി വേറെ കിട്ടുന്നുണ്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര കൂടുതലാണ്. അവിടെ പുറത്തടുപ്പം നോക്കുകയാണെങ്കിൽ വേഗം ഇതായി കിട്ടും, മുരിഞ്ഞ് കിട്ടും. അരി വന്നിട്ട് വെക്കാതെ വെച്ച നേരം വൈകും. കഴിക്കട്ടെ.
എൻ്റെ അപ്പോൾ ദേ എൻ്റെ കുട്ടന്മാർ വന്നിട്ടാ എഡിറ്റ് ചെയ്യാനായിട്ടേ എൻ്റെ ഉണ്ണിയാണ് അപ്പോൾ മെമ്മറി കാർഡ് മേടിക്കാൻ വന്നതാ. പക്ഷെ മെമ്മറി കാർഡിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, വേറെ മെമ്മറി കാർഡ്. ആ അപ്പോൾ ഇന്ന് കാലുമ വയ്യാതെ സ്റ്റിച്ച് എടുക്കാൻ പോവാണ്. പിന്നെ ഞങ്ങളുടെ അവിടെ മണ്ണമ്പേട്ടയിൽ ഭയങ്കര പരിപാടികളാ. കുട്ടന്മാരൊക്കെ ഡാൻസും പാട്ടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നാളെ പരിപാടി ഉണ്ടെന്നല്ലേ? ഇന്ന് എന്തിട്ടൊക്കെ പരിപാടി? പുറത്തുനിന്ന് ആൾക്കാർ നമ്മുടെ അവിടെ പട്ടക്കളി നാളെ നമ്മുടെ ടീമിനൊക്കെ പരിപാടി നാളെയാണ് വലിയ പരിപാടികള് അല്ലേ? നാടൻ പാട്ടുണ്ടല്ലോ ഇന്ന്. കൂട്ടത്തിന്റെ വന്നിട്ടുണ്ട് കേട്ടാ. ഉണ്ണിക്കാണ് ഡാൻസ്. ഏതാ പാട്ട്? ഞാനാ പാട്ട് പാടുന്നത് നമ്മുടെ മല്ലു സിംഗിന്റെ കൊഞ്ചലോ പെണ്ണേ കണ്ണെ താമരേ കാവിൽ തെന്മഴേ കണ്ടം കൂട്ടടി പൂഞ്ചോടെ പാടൻ പൂത്തിറങ്ങിനോടി പൂവരങ്ങി വാടി കഞ്ഞിമടങ്ങ നാടൻ കാറ്റുകിരച്ചോടുണ്ടാക്കിരമ്പിൽ കൂടാം കാറ്റുകരിണ്ട് താന്തകൻ 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 താടിനോ. അതെ ഇപ്പൊ ഈ പാട്ട് പാടാൻ പറഞ്ഞ ദിവസം പാടിയതാണ്ടാ. ഒരു ദിവസം സ്റ്റേജിൽ ഇത് ഞാൻ അടിച്ചു കൊണ്ടുപോയതാ. എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടേ മാളും എല്ലാവരും ഞങ്ങൾ കളിച്ചോളോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് സ്റ്റേജിൽ ഇപ്പൊ കയറുന്നതല്ലേ. ഇപ്പൊ ഞാൻ പാടില്ല കുഞ്ഞി തന്നിട്ടാന്ന് ദേഷ്യം വന്നിട്ട് പാടണോ നീ നാളെ വീട്ടിലേക്ക് ഇത് പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ പാടാൻ പറഞ്ഞ വെച്ചാൽ വേഗം പഠി. അപ്പൊ അങ്ങനത്തെ എന്റെ ഉണ്ണിക്കുട്ടനാണ്. അപ്പൊ ദേ രണ്ടാളും പോവാട്ടാ. മെമ്മറി കാർഡൊന്നും കൊടുത്തില്ലേ, ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ പോവാ. എന്നാ വരി? ഇനി നാളെ വരില്ലേ പരിപാടി? കണ്ട നമ്മുടെ മണ്ണമ്പട്ട പരിപാടി അല്ല അമ്മ. അതെ പോവാ. ടാറ്റാ ഉമ്മ. വലുത് വേണോ? ഇപ്പൊ ഒരെണ്ണമുണ്ടോ? അമ്മതേ കുളിച്ച് ചന്ദനം തൊട്ടില്ലേ? ചന്ദനം എന്നിട്ടുണ്ടായേ പൊട്ടിത്തിരി നരങ്ങിയപ്പോൾ അല്ലേ എന്നാൾ വീണപ്പോഴേ നരങ്ങിന്ന്. അപ്പോൾ അതേ കുളിയൊക്കെ ആപ്പൂ ഇതേ കുളിപ്പിച്ച് സുന്ദരിയാക്കി കെടുത്തിട്ടുണ്ട് കേട്ടാ. തലയൊക്കെ ഒന്ന് കുളിപ്പിച്ചൊന്ന് മുടിയൊക്കെ ബാക്കിലേക്ക് ഇങ്ങനെ ഇടും അല്ലാതെ. ഇത്തിരി ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ ആൾക്ക്. തിരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പോഴേ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയ കഷ്ണം പുട്ടിൻ്റെ കഴിച്ചു, 2 മണി കടല കൂട്ടി കഴിച്ചു, ഒരു ഗ്ലാസ് ചായ പാലൊഴിച്ച് കുടിച്ചു, സീനപ്പൂ കൊടുത്തു. അപ്പോൾ അതൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്തിരി ഒരു വയറിന് സംഭ്രമം ഇത്തിരി കുറവാണ്. കാരണം ഈ ഗുളിക മാത്രം കഴിച്ചിട്ടാണ് ഈ സംഭ്രമം എടുക്കുന്നത് ഭക്ഷണം കഴിക്കാണ്ടാവുമ്പോൾ. ഇത്തിരീശ കഴിച്ചാൽ ഒരു അവധി കിട്ടിയാൽ ഇങ്ങനെ എനിക്കാനും കിടക്കാനൊക്കെ ഒരു ഇതുണ്ടാവും. മുറിക്കാതെയാണ് കൊണ്ടതേ, വേവിച്ചിട്ട് മുറിക്കപ്പോൾ നല്ല ഇറച്ചിയൊന്നുണ്ട് അല്ലേ? നെയ്യ് കുറവല്ലേ? നെയ്യിൻ്റെ പുറന്തൊലിയൊക്കെ അധികം കുറവല്ലേ?
പയർ കൂട്ടാൻ നമ്മുടെ അങ്ങനെ പയർ കൂട്ടാൻ റെഡി. ഇനി അടുത്ത കൂട്ടാൻ വയ്ക്കാം. അപ്പോൾ ചോറ് കൂട്ടാം നമുക്ക്. 3 കൈലോട്ടെ ഇപ്പോൾ മതിയാ. അല്ല സ്റ്റീലിൻ്റെ കടന്നു നമുക്ക് റൈസ് കുക്കറിൽ വെക്കണം. ഹേയ് കണ്ടിട്ട് കുറെ ആൾക്കാർ എന്താ അവിടെ എന്താ അവരെ ഇഞ്ചി പച്ചമുളക്, കൊണ്ട് ഇഞ്ചി പച്ചമുളകും പിന്നെ ചെറുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഞാൻ പേസ്റ്റാക്കി. കടിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ വിചാരിച്ചിട്ടാട്ടോ പേസ്റ്റാക്കിയിട്ട്. വറക്കാൻ നിൽക്കണം. പച്ചക്കറി വെക്കുന്നതിലൊക്കെ എല്ലാവർക്കും അതെ ബാക്കിയുള്ള മസാലകളൊക്കെ കൂടി ഒരുമിച്ച് ഒന്നും പറയണ്ടല്ലോ. ഇതൊക്കെ എപ്പോഴും കാണിക്കുന്നതല്ലേ. തക്കാളി തന്നേ തക്കാളി മറ്റേക്ക് ഇതുണ്ട്. ഇതിലുണ്ട് കുറച്ച്. ഒരു പത്തേക്ക് ഒരു കുറച്ചും കൂടി ഇതേപോലെ നരച്ചിട്ടേ 2 ഇഞ്ചിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി ഇവിടെയാവും. അപ്പൊ ആദ്യം പെട്ടെന്ന് എടുത്തോ. ചുവന്നുള്ളി വേണ്ട. ചുവന്നുള്ളി വേണം. അപ്പോഴേ നല്ല ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഓറഞ്ചില് തൈരുണ്ടാകാം. തൈര് ഒരു പാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ചെറുതാക്കിയിട്ടുണ്ടാക്കിയാൽ മതി. കൂട്ടാനൊക്കെ ഉണ്ടല്ലോ. അല്ല ചിക്കനും മീനും മാത്രമാണെങ്കിൽ തൈര് തൈരുണ്ടോ അല്ല മോര് കൂട്ടാനൊക്കെയുള്ള കാരണേ വേറെ കറികളുള്ള കാരണം കുഴപ്പമില്ല. കുറച്ചുണ്ടോ? അപ്പോൾ നമ്മൾ ചുവന്നുള്ളി മാത്രം കേട്ടോ സബോള ചേർക്കാണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ വേപ്പിൻ്റെ അരിട്ട് കൊടുക്കാം.
പേസ്റ്റാക്കി വേണം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം പേസ്റ്റാക്കിയത്. അപ്പോൾ അതൊക്കെ ഒരുവിധമായി വരുമ്പോൾ നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക്. മല്ലിപ്പൊടി, കാശ്മീരി ഉണ്ട്, 2 മുളക് പൊടിയുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി. ഒരുവിധം മൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ട പോർക്ക് കുറച്ചുള്ള പോർക്ക് കറിക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. എനിക്കിട്ടങ്ങനെ കായ ഞാൻ വേവിച്ചിട്ടേ അരിക്കാക്കി ഒന്ന് പതുക്കൊന്ന് ഒരു വിസിൽ വെളുത്തിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ പൊടിക്കാം. അത് നമുക്ക് ഇരിക്കാൻ വെച്ച് കൊടുക്കാം. കഴിച്ചു ചൂടാന്ന് ഉപ്പുണ്ടാ അതറിഞ്ഞാൽ മതി. കുറവാ സുജിമോൻ പറഞ്ഞിട്ട് പൊടി മണം കേട്ടപ്പോ വന്നോക്ക അവള്. ഉപ്പുണ്ട്, ഇത്ര മതി. മതിയില്ലേ? രസമായിട്ടില്ലേ? ഉപ്പുണ്ടാ? ഇത് ടേസ്റ്റ് ഉണ്ടോ? ഇത് തീ ഒന്നും കൂടി കുറച്ചുണ്ണി ഇത്തിരി കൂടി നരയിക്കട്ടെ. അപ്പോഴായിരിക്കും അവിടെ പിടിച്ചിട്ടേ നല്ല ടേസ്റ്റിൽ വരുള്ളൂ. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണൻ വന്നിട്ടുണ്ട്, ദേ എൻ്റെ അപ്പു വന്നിട്ടുണ്ട്, എൻ്റെ കുഞ്ഞാട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ ദേ എല്ലാവരും ഇവിടെ ഇരുന്ന് ദേ എല്ലാവരും ഇവിടെ ശീക്കുട്ടൻ വന്നിട്ടുണ്ട്. അയ്യോ ശീക്കുട്ടൻ്റെ ഹായ് പറഞ്ഞവന് മോൻ. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടാ. കണ്ണമോനോട് വർത്താനം പറഞ്ഞില്ലേ അമ്മായി? കണ്ണമോനോട് വർത്താനം പറഞ്ഞില്ല. എൻ്റെ അച്ഛനോ 2 കൂടി വഴി തെറ്റിപ്പോയ 2 ആൾക്കാര് കണ്ണമോനും എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്.
എന്നിട്ടത് കൊള്ളിയ കൊള്ളി എന്നിട്ട് ലഡു നല്ല ലഡു എന്ന് പറഞ്ഞിട്ടു. അപ്പം അതേ ചോറിനുണ്ട നേരമായിട്ട് അപ്പോൾ അതേ പപ്പടം കാച്ചി കൊണ്ടിരിക്കുകയാണ്. ആ കാച്ചനാൾ വന്നു. ദേ ഇത്തിരി തീ കുറയ്ക്കുമ്പോളോ എവിടെ പാത്രം കിട്ടിയാ? അപ്പതേ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കട്ടാ. എല്ലാവരും ഇരിക്കില്ല, ആണുങ്ങൾ മാത്രം. മാമന്മാരൊക്കെ ഇരുന്നു. ഇനി ബാക്കിയുള്ളവർ ഇരിക്കണം. എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റില്ല നമുക്കൂടി. ആ ആ ആ അവിടെ അവിടെ പാലക്കാട് അങ്ങനെയാ. ഞാൻ പറഞ്ഞത് എൻ്റെ തൂത് വന്നു കേട്ടാ. പട 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 വണ്ടിയിൽ വന്നു. എൻ്റെ മോളിത് വിളമ്പല് തുടങ്ങി കേട്ടാ. കഴിഞ്ഞു. നീ സാമ്പാർ വയ്ക്കണല്ലോ മോനെ. മോരും അമ്മായിമാര് ഇരിക്കാം. ഇതിന് നീണ്ടു നിൽക്കും. കൊറേ നേരം വൈകും. ഫുഡ് കിട്ടായ വരില്ല, നേരം വൈകും. വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നു. നേരം വൈകും. ലാസ്റ്റ് ഇരിക്കുക. ഞങ്ങളവിടെ കടയിൽ എന്താ പറയുന്ന, ആദ്യം കഴിക്കുന്ന ടീം രണ്ടാമത് കഴിക്കുന്ന ടീമൊക്കെ ഇല്ലേ. അപ്പൊ ഓരോരുത്തർ വിളിക്കും, പെണ്ണിന്റെ വീട്ടുകാരുമായോ? പെണ്ണിന്റെ വീട്ടുകാർ ചോറിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അത് പറയും. അപ്പൊ പെണ്ണിന്റെ വീട്ട് ആദ്യം ഇരിക്കുന്നവരുണ്ട്, അപ്പൊ അവര് വരും. രണ്ടാമത് ഇരിക്കുമ്പോ ചെക്കന്റെ വീട്ടുകാർ ഇരിക്കാറായി. പെണ്ണിന്റെ വീട്ടുകാർ ഇരുന്നിട്ടല്ലേ ചെക്കന്റെ വീട്ടുകാര്. അപ്പൊ അങ്ങനെ ഇരുത്തും. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്നെല്ലാവരും ഒരുമിച്ചല്ലേ. ഇന്നെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. ആണും പെണ്ണൊന്നൊന്നുമില്ല. റിസപ്ഷന് പോയാലും എല്ലാവരും ആദ്യം കയറിയിരിക്കും. അപ്പോൾ അതേ എൻ്റെ കുഞ്ഞേട്ടൻ പറയൂട്ടാ, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയും. കുഞ്ഞേട്ടെ അഭിപ്രായം പറയൂ. ഓ ചുമ അതെ അതെ സജ്ജമായി വാ. രാജിയുടെ അഭിപ്രായം എന്തുട്ടാ? പോർക്ക് എങ്ങനെയുണ്ട് കുഞ്ഞേട്ടാ? ചിക്കൻ എടുത്തില്ലേ? ചിക്കനില് ഞാൻ സുഖിപ്പിക്കുക പറയുന്നേട്ടോ എൻ്റെ കുഞ്ഞേട്ടെ. ആ നാളെ അത് എല്ലാവരും കിട്ടില്ല. അത് കാരണം നീക്കിയിരുന്നു. അപ്പോൾ ദേ അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞാൽ പോവാട്ടാ. ഇപ്പൊ എല്ലാവരും അങ്ങനെ പോയിട്ടാ. മണിമോളിപ്പ് പോണ്ടാ? വണ്ടി വണ്ടി നോക്ക് കുഞ്ഞാണ്ട വണ്ടി. ടാറ്റാ. അതല്ല ചങ്ങല കയറ്റി കൂടി പോൾ.
വലിയ പോണം. ചങ്ങല കയറ്റുണ്ട് അവിടേക്ക് എത്തിയാലും കൊറേ വളവും ഒരു ഗംഭീര വളവുണ്ട് അവിടെ. അപ്പൊ ദേ എല്ലാവരും ഐസ്ക്രീമുകൾ തിരക്കിലാണ്. നന്ദു വന്നിട്ടാ സിന്ധുമണിയില് പിന്നെ സജീവ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വന്നു. അപ്പൊ അവരൊക്കെ ഐസ്ക്രീം വന്ന പക്ഷെ ഐസ്ക്രീം തിന്നണം, ചായ അല്ല കുടിക്കുന്നു. ഐസ്ക്രീം തിന്നിട്ട് വേഗം ചായ കുടിച്ചോട്ടാ, തൊണ്ടവേദന വരാണ്ടിരിക്കാൻ. മോള് പോവാൻ വേണ്ടിയായി. ഞാൻ വീണ്ടും കടയിലേക്ക് വീണ്ടും കടയിൽ നാളെ കാണാം നമുക്ക്. നാളെ മാമൻ്റെ അവിടേക്കാണ് നാളെ. മാമൻ്റെ അവിടെ പോയി അപ്പൊ തന്നെ വരണം. കാരണം നമ്മുടെ നാട്ടില് കുറച്ച് പരിപാടി ഉണ്ട്. ഞാൻ നാട്ടുകാരെ കേട്ടിട്ട് കുറേ നാളായി. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് നാളെ മാമൻ്റെ അവിടെ പോയിട്ട് അതുപോലെ തന്നെ വടംവലി, മുറിയിടി, നാടൻ പാട്ട് മത്സരങ്ങളെല്ലാം കളികളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ പോകണം. എൻ്റെ മോളില് ചിക്കൻ കറി, ഇതില് സാമ്പാറ്, ഇതില് മോരുകൂട്ട, പായസം ഞാൻ ഉച്ചയ്ക്ക് കുടിച്ചിട്ടില്ലേ, ഒരു ദേശാക്കി കുറവാണ്. പിന്നെ ചോറ് ഒക്കെ ആക്കി തന്നിട്ട് കേട്ടാ. അവിടെ അല്ല ഇങ്ങനെ വണ്ടി വിളിക്കാൻ അതല്ല ചോറ്. അപ്പോഴേ ഞാനും യാത്രയും പോവാം നോക്കാം. അപ്പോൾ നമ്മുടെ അവിടുത്തെ നാടൻപാട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ തുടങ്ങണമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ മെമ്പർ വിനീഷ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കണമല്ലോ, 6 മണിക്ക് ആവുമ്പോൾ തുടങ്ങുമ്പോൾ. അപ്പോൾ നല്ല ഗംഭീര ആരുടെ എന്നറിയില്ല ശരിക്കും, അതൊക്കെ അവിടെ ചെന്നല്ല അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ കാണാൻ പോവാം നമുക്ക്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ട് നമ്മുടെ വീട്ടിൽ ഇവിടെ നിൽക്കണമെന്നുണ്ടാവും എനിക്ക്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം ഉണ്ടാവില്ല. അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരെ വർഷം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ ദേ മോളു ഭാഗ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചേനയും കൊണ്ട് പോവാട്ടാ. കാഴ്ച ചേന കടയിൽ കൊണ്ട് വെക്കാരാ. കാഴ്ച കൊല്ലാതൊക്കെ പറയുന്ന പോലെ ചേന കൊണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാട്ടാ. നാളെ ഞങ്ങൾ മാമൻ്റെ കൂടെ വെച്ച് വീണ്ടും കാണും. അപ്പൊ ഞങ്ങളങ്ങനെ
തകർത്ത് അവരുടെ നാടൻ പാട്ടിൻ്റെ നല്ല കൊടുങ്ങല്ലൂർ രുദ്ര അതാണ് അവരുടെ പേര്. അപ്പോൾ അതിൽ നന്നായിട്ട് അവർ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി സത്യത്തിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ല എപ്പോഴും നല്ല വർക്കല്ലേ. അങ്ങനെ ഇന്നത്തെ ഒരു നല്ല ദിവസം ഇവിടെ കഴിയാണ്. അപ്പോൾ നാളെ ഞാൻ എൻ്റെ കാലത്ത് തന്നെ എൻ്റെ കുഞ്ഞേട്ടൻ്റെ ടീമും ഇവിടെ വേണ്ട പരിപാടികളുണ്ട് കേട്ടോ നാളെ. അതായത് ഇവിടെ നാടൻ കലകൾ നാളെയാണ്. അതായത് ഇവിടുത്തെ ആൾക്കാരുടെ വട്ടക്കളി, ഓണക്കളി ടീം വരുന്നുണ്ട്. അങ്ങനെ കുറേ ഇതായി നമ്മുടെ ഒരു കൂട്ടായ്മയുടെ കുറേ കുട്ടികളുടെ ഒരു കുറേ ദിവസത്തെ അവരുടെ ഓണക്കളിയൊക്കെ ഇവിടെ പഠിച്ചു തുടങ്ങിയിട്ട് കുറേ നാളായിട്ടാ. അത് അടിപൊളി ഡാൻസോ അതെനിക്ക് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ ഞാൻ കുഞ്ഞാട്ട വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാട്ട എത്തി പോയി കുഞ്ഞാട്ട ലക്ഷ്മാവേ ഒരു ദിവസം എല്ലാ കൊല്ലം ഓണത്തിനും ഒരു ദിവസം ഞങ്ങൾ അവിടെ കൂടുന്നതാണ്. അപ്പോൾ അത് ഈ പേരും പറഞ്ഞ് അവിടെ കുമ്മാട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ കുമ്മാട്ടിയൊക്കെ എല്ലാ കൊല്ലവും കാണുന്നതായി. നാടൻ കലകളാണ് നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മൾക്ക് കഴിഞ്ഞ കൊല്ലം കൂടി ഉണ്ടായിരുന്നു കുറച്ച് പരിപാടിയൊക്കെ. പക്ഷെ എനിക്കത് മിസ് ചെയ്തു. കാരണം ഞാൻ മാളിൻ്റെ അടുത്തായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ ഒരു പരിപാടികൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ എന്നും ജോലിക്ക് പോവല്ലേ. അപ്പോൾ കടയിലേക്ക് പോയി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതൊരു ദിവസം ഇവിടെ നോട്ടീസ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിനീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെമ്പറുണ്ട്. ആള് ആ ഗ്രൂപ്പിൽ ഞാനും ആളുടെ ഗ്രൂപ്പിൽ ഒരു അംഗമാണ്. അപ്പോൾ അതിൽ ആളിടുമ്പോൾ എല്ലാ മെസ്സേജുകളും എനിക്ക് വരും. അപ്പോൾ ഇതേ തുടങ്ങാറായിട്ട് അതേ ഇന്ന ദിവസമാണ് കേട്ടോ അതൊക്കെ അവൻ എഴുതി അറിയിക്കും ആ കുട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് അതൊരു വലിയ ഉപകാരമാണെന്ന് തോന്നും. പലപ്പോഴും നമ്മുടെ അവിടുത്തെ ശ്രീധരേട്ടനൊക്കെ മരിച്ചിട്ട് ഞാൻ വിനീഷ് പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. നമ്മൾ ഓടിയെത്തുമ്പോഴേക്കും ശവം മറവ് ചെയ്തു എന്തോ അധികം നേരം വെക്കാൻ പറ്റാന്നില്ലെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ദൂരെ കാര്യങ്ങളാണ്. ആ ഫോട്ടോ എടുപ്പൊക്കെ ആളുടെ നമ്മൾ പലതും നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ ഞാൻ തോന്നുന്നു അല്ലേ. ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് ശരിക്കും അറിയില്ല കേട്ടാ. എല്ലാ വാർഡുകളിലും ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും. എല്ലാ നാടുകളിലും ഉണ്ടാവും തോന്നുന്നു. വാർഡുകളിലല്ല നാടുകളിലും അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസത്തെ ഒരു നല്ല വിശേഷവുമായി അമ്മ നാളെ വരാട്ടാ. അതുവരേക്കും ടാറ്റാ ബൈ.